എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഹോം മെയ്ഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഔട്ട്ലൈനറാണ് ഉണ്ടാക്കുന്നത്. ഗ്ലാസ് ലൈനർ അതുപോലെ 3D ഔട്ട്ലൈനർ ഉണ്ടല്ലോ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ പൗഡറും അതുപോലെ ഫെവിക്കോളുമാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ഔട്ട്ലൈനറിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടും. പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ എടുക്കാം, പക്ഷേ കോൺഫ്ലവർ എടുക്കുമ്പോൾ കുറച്ചിങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് പൗഡർ തന്നെ എടുക്കുന്നത്. രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മൾ എടുക്കുന്ന ഫെവിക്കോൾ കുറച്ച് തിക്കാണെങ്കിൽ, അതായത് ഫെവിക്കോൾ അല്ലാതെ വേറെ ഏതെങ്കിലും ബ്രാൻഡ് എടുക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. കുറച്ചെന്ന് വെച്ചാൽ ഒരു 2-3 ഡ്രോപ്സ് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കളർ ആഡ് ചെയ്യാം. വൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ഔട്ട്ലൈനർ ആവും, ബ്ലാക്ക് ആഡ് ചെയ്താൽ ബ്ലാക്ക് ഔട്ട്ലൈനർ ആവും. അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും മെറ്റാലിക് കളേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റാലിക് ലൈനറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് വെച്ചിട്ട് ഒരു കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോണിലേക്കാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതില്ലാന്നുണ്ടെങ്കിൽ പഴയ ഔട്ട്ലൈനറിൻ്റെ ബോട്ടിൽ എടുത്താലും മതി. അടുത്ത നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഗ്ലിറ്റർ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഗ്ലിറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ഈസി ആൻഡ് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് നമ്മളെടുത്തുള്ള മെഡിസിൻ കവർ എടുക്കുക എന്നുള്ളത്. അപ്പം മെഡിസിൻ കവറിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സിൽവർ കവറിങ് ഉണ്ടാവും. അപ്പം ആ സിൽവർ കവറിങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്ലിറ്ററാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് വേണമെങ്കിൽ ഇതിൽ കുറച്ച് പെയിൻറ്റ്, വേറെ ഏത് കളർ വേണ്ടതെന്ന് വെച്ചാൽ ആ പെയിൻറ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ ഗ്ലിറ്റർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഡോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോളിനൊക്കെ വെക്കുന്ന ആ ഒരു ഡോളിൻ്റെ കണ്ണുകളില്ലേ, അതുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മെഡിസിൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്, മെഡിസിൻ റാപ്പർ. എന്നിട്ട് അതിൽ നിന്ന് ഈ ഒരു റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഏത് കളറാണോ ഡോളിൻ്റെ കണ്ണ് വേണ്ടത് ആ കളർ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് ചെയ്യാൻ നെയിൽ പോളിഷാണ് എടുത്തത്, കാരണം അതിലൊരു ഗ്ലിറ്ററിങ് ഒരു എഫക്റ്റും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പം ബ്ലാക്ക് കൃഷ്ണമണിയാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു റെഡ് ഐസും അതുപോലെ ബ്ലൂ ഐസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബ്ലാക്ക് ഉണങ്ങിയതിന് ശേഷം നമ്മൾ റെഡ് കൊടുക്കുക. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണ്ണുകൾ റെഡിയാവും. ഇതുപോലെ നമുക്ക് എന്ത് കളർ കണ്ണ് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ഇത് പെയിൻറ്റ് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊരു കാർഡ് ബോർഡിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി. അടുത്ത നമുക്ക് എങ്ങനെയാണ് സ്റ്റിക്കർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറിൽ ആവശ്യമുള്ള പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു ടേബിളിൻ്റെ മേലെ കുറച്ച് സെല്ലോ ടേപ്പാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ സെല്ലോ ടേപ്പിൻ്റെ ഒരു ലെയർ നമ്മുടെ സ്റ്റിക്കറിൻ്റെ സൈസിനനുസരിച്ച് സെല്ലോ ടേപ്പിൻ്റെ ഒരു ലെയർ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഈ സ്റ്റിക്കർ വെച്ചിട്ട് സ്റ്റിക്കർ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിക്കർ അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടെ പിന്നെയും സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ടേബിളിൽ ഒട്ടിച്ച ആ ഒരു സെല്ലോ ടേപ്പ് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റിക്കർ റെഡിയായി കിട്ടും. ഇനി നമ്മൾ ആ ഒരു എക്സ്ട്രാ വരുന്ന സെല്ലോ ടേപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബുക്കിലൊക്കെ ഒട്ടിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലോ സ്റ്റിക്കർ പേപ്പറിലോ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കളർ പേപ്പർ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. കളർ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു A4 ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് റെഡ് ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കളർ നിങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിപ്പം അതിൽ ഫുള്ളായിട്ട് ആ പേപ്പറിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഫുഡ് കളർ എന്താ പറയുക ലിക്വിഡ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളത് ഉണങ്ങാൻ വയ്ക്കുക. ഉണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കളർ പേപ്പർ റെഡിയാവും. ഇനി നമുക്ക് ഗൂഗ്ലി ഐസ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഇതിങ്ങനെ അനങ്ങുന്ന കണ്ണുകളാണ്, അതും ഡോൾസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഗുളിക കവർ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഗുളിക കവർ എത്രത്തോളം നമുക്ക് ക്രാഫ്റ്റിനും ആർട്ടിനും ഒക്കെ യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പം ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. കൃഷ്ണമണിക്ക് വേണ്ടിയിട്ട് ആ ഒരു ബ്ലാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പാണ് എടുക്കുന്നത്. 2 മണി ഗോതമ്പ് എടുത്തിട്ട് അതിന് ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുക. എന്നിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് പേപ്പറോ കാർഡ്ബോർഡോ കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതായാലും മതി കേട്ടോ. ഇനി നമ്മൾ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു കൃഷ്ണമണി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ഈ റൗണ്ട് കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൾ റെഡിയായി കിട്ടും. മൂവ് ആവുന്ന കണ്ണുകൾ റെഡിയാവും. അടുത്തത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ സ്ക്രാച്ച് പേപ്പർ എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ പല കളർ പുറത്തേക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ നോട്ട്ബുക്കിൻ്റെ ഒരു കവറാണ് എടുത്തത്. കുറച്ച് തിക്കായിട്ടുള്ള ഒരു പേപ്പർ എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഞാൻ ഇതുപോലെ സ്കെച്ച് പെൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്ന പോലെ കുറേ ഇങ്ങനെ കളർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കളർ ചെയ്യാം. അപ്പം ആ ഒരു പേജ് ഫുള്ളായിട്ട് കളർ ചെയ്യണം, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ ഒന്ന് നമ്മളെ വീട്ടിൽ മെഴുകുതിരി ഉണ്ടാവില്ലേ, ആ മെഴുകുതിരി എടുത്തിട്ട് ഒന്ന് നല്ല പോലെ മൊത്തമായിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഉരച്ച് കൊടുക്കുക. അപ്പം ഈ ഒരു വാക്സ്
മെഴുകുതിരിയിലെ വാക്സ് അതിലേക്ക് മൊത്തം ആ ഒരു പേപ്പറിലേക്ക് മൊത്തം ആവും. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തമായിട്ട് ആ പേപ്പർ കവർ ആവുന്ന രീതിയിൽ വാക്സ് ചെയ്യാൻ ശ്രമിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ബ്ലാക്ക് പെയിൻറ്റ് ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ സ്ക്രാച്ച് പേപ്പർ റെഡിയാവും. അപ്പോൾ നമുക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിക്കൊള്ളിയൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ മഷി കഴിഞ്ഞ പെന്നൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് ഒന്ന് നമുക്ക് എഴുതി സ്ക്രിബിൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കളർഫുള്ളായിട്ടുള്ള ലെറ്റേഴ്സ് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ബീഡ്സ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫെവിക്കോളാണ് എടുക്കുന്നത്. ഈ ഒരു ഫെവിക്കോളിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ഫെവിക്കോളിൽ ഡിപ്പ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ റോൾസാക്കി ബോൾസാക്കി എടുക്കണം. അപ്പം ഈ ഒരു ബോൾ നല്ല സ്മൂത്തായിരിക്കണം. നമ്മൾ മാക്സിമം വെള്ളം വെച്ച് നമ്മുടെ കൈ യൂസ് ചെയ്ത് നല്ല പോലെ ഇങ്ങനെ സ്മൂത്താക്കി എടുക്കണം. അതിനുശേഷം അതിനെ ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിയതിന് ശേഷം നമുക്കതിൽ ആവശ്യമുള്ള പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഹോൾസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തന്നെ ഉണങ്ങാൻ വെച്ചാൽ മതി. ഇനി നമ്മളിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ റെഡും ബ്ലൂവും പിന്നെ സിൽവറും നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ഷൈനിങ്ങും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവും.
ഇനി ഞാൻ കാർബൺ പേപ്പർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഞാൻ ബ്ലാക്ക് ക്രയോൺ ആണ് എടുത്തത്. സാധാരണ നമുക്ക് ബ്ലാക്ക് കാർബൺ പേപ്പർ അല്ലെ ബ്ലൂ അല്ലേ കിട്ടുന്നത്. അപ്പം ബ്ലൂ ചെയ്യണമെങ്കിൽ ബ്ലൂ ക്രയോൺ എടുക്കാം. എന്നിട്ട് ഇതുപോലെ മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ വൈറ്റ് പേപ്പറിൽ മൊത്തം ഇത് കവറായി നിൽക്കണം. ഞാനിപ്പോൾ ഒരു മിഡിൽ പോർഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഇത് കവർ ചെയ്ത് ഇതൊന്ന് മൊത്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പോർഷൻ മൊത്തമായിട്ട് ഇത് കവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ പേപ്പറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ബോട്ടിൽ ട്രേസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. മിക്ക ക്രാഫ്റ്റ് ചെയ്യാനും നമുക്ക് കോട്ടൺ ആവശ്യമുണ്ടാവും. അപ്പോൾ വീട്ടിൽ കോട്ടൺ തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ വീട്ടിൽ വിളക്ക് ഉണ്ടെങ്കിൽ ആ ഒരു തിരി എടുക്കുക. എടുത്തതിന് ശേഷം അതിനെ ഇതുപോലെ അതിൻ്റെ ആ പിരിച്ച് വെച്ചിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ പിരി ഒന്ന് നമ്മൾ ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ നല്ലപോലെ ഒന്ന് സിംഗിൾ സ്ട്രാൻഡ്സ് ആയിട്ട് വലിച്ചെടുത്തിട്ട് സിംഗിളായിട്ട് ഒരു ഒറ്റയ്ക്ക് എടുത്തിട്ട് അതിനെ ഇങ്ങനെ എന്താ പറയുക ഇളക്കി എടുത്താൽ മതി. അതായത് അത് തിരിച്ചിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചിട്ട് ലൂസാക്കി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കോട്ടൺ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് പ്ലസ് വേറെ മെത്തേഡ്സൊക്കെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ അത് കണ്ടു നോക്കുക. ഇതിൻ്റെ ഇനി പാർട്ട് 3 വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം. നിങ്ങളുടെ റിക്വസ്റ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ അത് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.